ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇവിടെ ബൂസ്റ്റ് ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് മൈദ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു തവി നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ നിൽക്കരുത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ 1 അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ ഡബിൾ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് നല്ല കട്ടിയിൽ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തരുത്, അത്യാവശ്യം നല്ല കട്ടിയോടെ തന്നെ പരത്തിയെടുക്കണം. വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ബൂസ്റ്റ് ബണ്ണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ മാവെല്ലാം നല്ല കട്ടിയോടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വക്കെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. ഇനി നമുക്കിത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ കൂർത്ത അറ്റത്തേക്ക് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ബണ്ണും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒരു വെളുത്ത തുണി വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 1/2 അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബണ്ണൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ ബണ്ണിൻ്റെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബണ്ണിൻ്റെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള, പുറമേ നല്ല മൊരിഞ്ഞ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇതുപോലുള്ളൊരു കവർ എടുക്കാം കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ. എന്നിട്ട് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ കവർ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും ബൂസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ട പഞ്ചസാരയും ബൂസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ബണ്ണും ഈ ഒരു കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ബൂസ്റ്റ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു ബണ്ണ് കഴിക്കുമ്പോൾ ബൂസ്റ്റിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ബൂസ്റ്റ് ബണ്ണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.